തീപ്പെട്ടി ഉണ്ടാക്കാൻ അതിന്റെ അടിസ്ഥാനപരമായ വിഷയം ഏതായെങ്കിൽ അത്, തീയുണ്ടാക്കാൻ ആവശ്യമായ സാധനം അതുണ്ടാക്കിയത് നിങ്ങളാണോ ഞാനാണോ? ഞാൻ ചെയ്തു തന്നപ്പോൾ, ഉണ്ടാക്കി തന്നപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു, അത്രയല്ലേ ഉള്ളൂ. അള്ളാഹു ചോദിക്കാൻ, എന്തിനാണ് ഈ തീ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി തന്നതെന്നറിയോ? നഹ്നു ജഅൽനാഹാ തദ്കിറ, തീർച്ചയായിട്ടും നമ്മൾ ഈ തീയ്, നഹ്നു ജഅൽനാഹാ തദ്കിറ, ഈ തീയിനെ നാം നിങ്ങൾക്ക് പാഠമാക്കി തന്നിരിക്കുന്നു. നഹ്നു ജഅൽനാഹാ തദ്കിറ, അതാണ് ഈ തീയിനെ പിന്തിപ്പിച്ചു വെക്കാൻ കാരണം. തീ പാഠവും കൂടെയാണ്. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, തീ നിങ്ങൾക്ക് പാഠമാക്കിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചു, ഭക്ഷണം തന്നു, വെള്ളം തന്നു. ഭക്ഷണം തന്ന അള്ളാഹുവിന്, വെള്ളം തന്ന അള്ളാഹുവിന് അത് വേവിക്കാതെ തന്നെ വേവിച്ചു തരാൻ കഴിയൂലായിരുന്നു? കഴിയും. അള്ളാഹ് കഴിയാത്തതുകൊണ്ടല്ല. പിന്നെന്താ? ഭക്ഷണം വെള്ളം കയ്യിൽ തന്ന് ഇനി നിങ്ങൾ വേവിച്ചു തിന്നോ എന്ന് പറയാൻ കാരണം എന്താ? തീയ് നിന്റെ ഒരു അവശ്യ ഘടകമായിട്ട് വരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നല്ല പറയാം. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, എന്തിനാ തീയ് നിന്റെ ഒരു അവശ്യ ഘടകമാക്കിയത്? തീയ് നിന്റെ അവശ്യ ഘടകമാക്കിയത് എന്തിന്? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ തീയ്. വെള്ളം, ഭക്ഷണം, തീയ്, ഇതൊന്നും മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റൂല. എന്തേ തീയ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സംഗതിയാക്കി നമ്മൾ വെക്കാൻ കാരണം, നിങ്ങളുടെ ഒരു അവശ്യ വസ്തുവായി വെക്കാൻ കാരണം? അതിന്റെ കാരണം നഹ്നു ജഅൽനാഹാ തദ്കിറ, അതിനെ നാം പാഠമാക്കി തന്നതാണ്. കാരണം എന്താ? വീട്ടിലെ ഉമ്മ, നമുക്കൊക്കെ ഇപ്പൊ തീയ് എന്താണെന്നറിയാം, തീയ് ചൂടുള്ളതാണെന്നറിയാം. അതറിയണത് എന്തുകൊണ്ടാണ്? ഞങ്ങള് തീയ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവശ്യ വസ്തുവായിട്ട്, തീയ് നമുക്ക് അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തീയിന്റെ ചൂടെന്താണെന്നറിയൂല. ചൂടെന്താണെന്നറിയാഞ്ഞാൽ അന്തർത്തുക്കും നാറം തലല്ലാ, പേടിപ്പിക്കാൻ കഴിയൂല അള്ളാഹ്ക്ക്. കത്തി ജ്വലിക്കുന്ന നരകത്തിലാ നിങ്ങളെ കടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ തീയ് എന്നറിയാൻ ഞാൻ തീയിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ തീയ് നിങ്ങൾക്ക് അറിയണം, ഇടക്കൊന്ന് പൊള്ളണം. കണ്ടില്ല ഞങ്ങള് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തീ കൈമക്ക് പാടാത്തവരുണ്ടാവൂല, കാരണം തീയിന്റെ ഉപയോഗം കൊണ്ട് എപ്പോഴെങ്കിലൊക്കെ, കാരണം അതിന്റെ ചൂടെന്ന് അറിയാനാണ്. അത് അല്ലാഹു തആല നിങ്ങൾക്ക് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. കാരണം തീയിന്റെ വേദന എന്താ നിങ്ങൾക്കറിയാം. തീ ചൂടുള്ളതാണെന്ന് അറിയാത്ത പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ, കാരണം അത് എപ്പോഴെങ്കിലുമൊക്കെ പൊള്ളിയിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ തളച്ച വെള്ളം ശരീരത്തിലൂടെ മറിഞ്ഞു വീണിട്ടുണ്ട്, ഉമ്മ പൊള്ളിയിട്ടുണ്ട്, ഭാര്യ പൊള്ളിയിട്ടുണ്ട്. എന്തിന്? ഇതവർക്ക് പാഠമാണ്. നാളെ നരകത്തിൽ വരാനുള്ള തീയ് നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദുഹാ ബനു ആദം, മനുഷ്യ മക്കൾ ഈ ഭൂമിയിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ് ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ ഹർരി ജഹന്നം, നരകത്തിലെ തീയിന്റെ ചൂടിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് 70 ഭാഗമേ ഉള്ളൂ. റസൂലുള്ളാഹി 69 ഇരട്ടി ഇനി ചൂട് കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന. ഒന്ന് ചിന്തിച്ചു നോക്കുക, അപ്പൊ ആ തീയിന്റെ കടുപ്പത്രയായിരിക്കും. അത് ഉൾക്കൊള്ളാൻ തീ ഒരു അവശ്യ വസ്തുവാക്കി. അപ്പൊ തീയ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമല്ല, നമുക്ക് അള്ളാഹു അത് തന്നിട്ടില്ല, നമുക്കത് അറിയൂലായിരുന്നുവെങ്കിൽ നരകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നമുക്ക് ഏതുപോലെ ഉണ്ടാവുള്ളൂ? അറിയങ്ങള് അറിയാത്തൊരു സാധനം പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അതിൽ വലിയൊരു സംഗതി ഒന്നുണ്ട്. തൽക്കാലം ഒരു ഞെട്ടല്, കുറച്ചൊക്കെ പ്രായപൂർത്തി എത്തിയാൽ അത് മാറും. ഏതുപോലെ ഉമ്മ ചെറുപ്പത്തിൽ പറയല്ലോ പല്ലുമതൊപ്പ വരുന്നുണ്ട്, കോത്താപ്പി വരുന്നുണ്ട്, പല്ലുമതൊപ്പ വരുന്നുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാധനമല്ലല്ലോ. നമ്മൾ അന്ന് പേടിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാ ചിന്തിക്കുക, എന്തിനാ ഇപ്പം ഞാൻ പല്ലുമത്തൊപ്പ കേട്ട് പേടിച്ചത്, എന്തിനാ ഇപ്പം ഞാൻ കോത്താമ്പി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ട് പേടിച്ചത്. അപ്പോൾ ഒരു കോത്താമ്പിയും പല്ലുമത്തൊപ്പിയും ഒക്കെ ആയിപ്പോകും നരകം. അതാവരുത് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു തീ തന്നു. നഹ്നു ജഅൽനാഹാ തദ്കിറ, നിങ്ങൾക്ക് തീയിനെ അള്ളാഹു പാഠമാക്കി തന്നിരിക്കുന്നു. വമതാഅൻ ലിൽ മുഖ്വീൻ, യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരത്തിനു വേണ്ടിയുമാണ് തീയ്. തീ അനുഗ്രഹമാണ്, തീ നമുക്ക് അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹത്തിന്റെ മുമ്പ് പാടാണ്. അതുകൊണ്ട് ആദ്യം അള്ളാഹു പറഞ്ഞു തദ്കിറാന, നിങ്ങൾക്ക് തീ പാഠമാണ്, തീയുടെ ചൂട് നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം മതിയായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഈ 3 വിഷയം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചു, വെള്ളം, അതുപോലെ ഭക്ഷണം, വെള്ളം, തീയ്, ഇത് 3 മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇത് വെച്ച് ഉത്ബോധിപ്പിക്കാൻ കാരണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇതൊക്കെ തന്ന റബ്ബ്, അപ്പൊ നിന്റെ കയ്യിലുള്ളതൊക്കെ അള്ളാഹു തന്നതാണ്, നിനക്ക് പാഠത്തിന് മതിയായതൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. ഇനി അള്ളാഹ് പറഞ്ഞത് കേട്ട് നടക്കുക, അള്ളാഹ് വേണ്ടാന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അതുകൊണ്ട് നിന്റെ മഹാനായ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കാൻ തയ്യാറാവണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, എഴുന്നേൽക്കുമ്പോൾ ഹംദ് ചൊല്ലണം. അതാ എപ്പോഴും നീ റബ്ബിനോട് കടപ്പാടുള്ളവനാവണം. നിസ്കരിക്കണം,
ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാഹ് വിളിച്ചാൽ നീ അവിടെ എത്തണം. നിസ്കാരത്തിന് പിന്നിലാവരുത്, നോമ്പിൽ പിന്നിലാവരുത്, വിശുദ്ധ ഖുർആന്റെ പെരിയോന്റെ വചനം, അള്ളാഹുവിന്റെ വചനം പാരായണം ചെയ്യുന്നതിൽ പിന്നിലാവരുത്. എല്ലായിടത്തും നിങ്ങൾ മുമ്പിൽ നിൽക്കണം, നിങ്ങൾ ശാകിരീങ്ങളാവണം. അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. പടച്ചോനെ, മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. നിങ്ങളുടെ വീട്ടിലുള്ള തൊഴുത്തിലുള്ള പശു, നിങ്ങളുടെ വീട്ടിലുള്ള കാള, അത് നിങ്ങളോട് നന്ദി കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഒരു നേരം ഒരു കെട്ട് പുല്ലിട്ട് കൊടുക്കുന്നതിന്, ഒരു കെട്ട് വൈക്കോലിട്ട് കൊടുക്കുന്നതിന്, ഒരു നേരം പിണ്ണാക്ക് കലക്കിയ വെള്ളം നൽകുന്നതിന്, ആ സാധനം നിങ്ങളെ കാണുമ്പോഴേക്ക് മൂഖയാടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ കാണുമ്പോഴേക്ക് നന്ദി പ്രകടിപ്പിച്ച് കരയുന്നുണ്ടെങ്കിൽ, നിങ്ങളെന്താ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തത്? അതാണ് അള്ളാഹു കുതിരകളെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞത്. വല്ലാദിയാതി ലബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്. മൃഗങ്ങൾ അവർ നന്ദിയുള്ളവരാണ് അതിന്റെ ഉടമകളോട്. നിങ്ങളുടെ മൃഗങ്ങൾ നന്ദിയുള്ളവരാണ്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉടമയോട് നന്ദി കെട്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് അവൻ തന്നെ. അവന്റെ വാക്ക് നോക്കിയാൽ മതി, അവന്റെ പ്രവൃത്തി നോക്കിയാൽ മതി, അവന്റെ ചിന്ത നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, വലിയ ഒരു പാഠമായിരുന്നു വല്ലാദിയാത്തിയിൽ പറയാനുണ്ടായിരുന്നത്. ഇന്ന് പറയാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുക. റബ്ബിനോട് നന്ദി കെട്ടവരായി ഒരിക്കലും മാറാൻ പാടില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെ സലാമത്താക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എല്ലാം മറന്നുപോയാൽ എന്ത് ചെയ്യണം എന്ന് ഉണർത്തിയതാണ്. അവൻ എപ്പോഴാണോ ഓർമ്മ വരുന്നത് ആ സമയത്ത് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, ഈ ഭക്ഷണത്തിൻ്റെ ആദ്യത്തിലും അന്ത്യത്തിലും ഞാൻ ബിസ്മി ചൊല്ലുന്നു എന്ന് കരുതിയാൽ, ആദ്യം ചൊല്ലിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം അവൻ ഉറപ്പാക്കാം എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരി റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ.